എല്ലാവർക്കും ട്രാവലൻസ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങൾ ജർമ്മനിയിലെ മ്യൂണിക്ക് നഗരത്തിൽ നിന്നും ക്രൊയേഷ്യയിലേക്ക് ഒരു അവധിക്കാല വിനോദയാത്ര പോവുകയാണ്. കാറിലാണ് ഞങ്ങളുടെ യാത്ര. അതിരാവിലെ യാത്ര ആരംഭിച്ചു. മലമുകളിൽ സൂര്യൻ ഉദിച്ചുയരുന്നതും കണ്ട് സന്തോഷത്തോടെ യാത്ര തുടർന്നു. പാതയുടെ ഇരുവശത്തും ധാരാളം കുതിരകളും പശുക്കളും ആടുകളും മേഞ്ഞു നടക്കുന്നത് കാണാമായിരുന്നു. വിശാലമായ കൃഷിയിടങ്ങളും പുൽമേടുകളും മലമുകളുകളും കണ്ട് ഉള്ള ഞങ്ങളുടെ ഈ യാത്ര ജർമ്മൻ ഹൈവേയിലേക്കാണ്. ഹൈവേയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്പീഡ് ലിമിറ്റ് ഇല്ല. 130-150 കിലോമീറ്റർ സ്പീഡിൽ വാഹനങ്ങൾ പാഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. കൂറ്റൻ മലനിരകളെ തുരന്ന് നിർമ്മിച്ചിട്ടുള്ള ടണലുകളിലൂടെ 100, 150, 200 കിലോമീറ്റർ വേഗതയിലാണ് വാഹനങ്ങൾ പാഞ്ഞു പോകുന്നത്. അകലെ ആൽപ്സ് പർവ്വതനിരകളിൽ പ്രഭാത സൂര്യകിരണങ്ങൾ തട്ടി തെളിയുന്നത് കാണാൻ നല്ല രസമാണ്. ഞങ്ങൾക്ക് ഓസ്ട്രിയ, സ്ലൊവേനിയ രാജ്യങ്ങൾ കടന്നു വേണം ക്രൊയേഷ്യയിലെത്താൻ. ദീർഘയാത്രയിൽ ക്ഷീണം മാറ്റാനും ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കുവാനും ധാരാളം സൗകര്യം ഈ രാജ്യങ്ങളിലുണ്ട്. ഹൈവേകളിൽ ടോൾ പിരിക്കുന്നത് കൊണ്ട് തന്നെ യാത്രക്കാർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് ആവശ്യമാണെന്ന് ഇവിടുത്തെ അധികാരികൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഓസ്ട്രിയയിൽ നിന്ന് സ്ലൊവേനിയയിലേക്ക് കടക്കുന്നത് കാരവാൻ ടണൽ കടന്നാണ്. ആൽപൈൻ കാരവാൻസ് മല തുരന്ന് 8 കിലോമീറ്ററോളം നീളത്തിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ തുരങ്കം. ഇത് കടന്നെത്തുന്നത് സ്ലൊവേനിയയിലാണ്. ജർമ്മൻ ഹൈവേയിൽ സ്പീഡ് ലിമിറ്റ് ഇല്ലെങ്കിലും ചില സ്ഥലങ്ങളിൽ നിയന്ത്രണമുണ്ട്. അതനുസരിച്ച് വാഹനങ്ങൾ അതിവേഗം കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു. ബാൽക്കൻ പർവ്വതനിരകൾക്കുള്ളിൽപ്പെട്ട ഒരു രാജ്യമാണ് സ്ലൊവേനിയ. ധാരാളം പർവ്വതങ്ങളും വനങ്ങളും ഇവിടെ കാണാം. തലസ്ഥാനമായ ലുബ്ലിയാന നഗരത്തിനടുത്തുകൂടിയാണ് യാത്ര. ഇവിടുത്തെ ഹോട്ടൽ ഡോലൻ ജസിയിൽ വിശ്രമിച്ചിട്ട് യാത്ര തുടരുകയാണ്. ജർമ്മൻ ഹൈവേ നഗരത്തിൽ പ്രവേശിക്കുന്നില്ല. ഇതിൻ്റെ തെക്കു കിഴക്കായാണ് ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനമായ ക്രൊയേഷ്യ. ക്രൊയേഷ്യൻ അതിർത്തിയിലേക്ക് കടക്കുകയാണ്. ഷ്ട്രെഞ്ചൻ വിസ കൈവശമുള്ളതുകൊണ്ട് ഈ രാജ്യങ്ങളിലേക്കെല്ലാം യാതൊരു പരിശോധനയും കൂടാതെ നമുക്ക് കടന്നു പോകാം. ചെക്ക് പോസ്റ്റിൽ വേഗത കുറച്ച് പോകുന്ന കാറുകൾക്കുള്ളിലേക്ക് ഉദ്യോഗസ്ഥർ നോക്കിയിട്ട് നിർബാധം കടന്നു പോകാൻ അനുവദിക്കുകയാണ് ഇവിടങ്ങളിൽ ചെയ്യുന്നത്. ഈ സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാകണം വിനോദസഞ്ചാരികൾ അധികവും യൂറോപ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കാൻ ഇഷ്ടപ്പെടുന്നത്. ഈ രാജ്യങ്ങളിലൊന്നും ടോൾ ബൂത്തുകളിലോ ചെക്ക് പോസ്റ്റുകളിലോ വാഹനങ്ങളുടെ നീണ്ട നിരകൾ കാണാൻ നമുക്ക് കഴിയില്ല. ഓരോ വാഹനത്തെയും വളരെ അകലെ നിന്ന് തന്നെ നിരീക്ഷിച്ച് നടപടികൾ സ്വീകരിക്കുവാനുള്ള ക്യാമറ സ്കാനിംഗ് സംവിധാനങ്ങൾ എല്ലായിടത്തുമുണ്ട്. ആധുനിക ശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുന്നതിൽ ഏറ്റവുമധികം വിജയിച്ച രാജ്യങ്ങൾ യൂറോപ്പിലാണുള്ളത്. പരമാവധി മനുഷ്യപ്രയത്നം കുറയ്ക്കാനും യന്ത്രങ്ങളുടെ സൗകര്യം പ്രയോജനപ്പെടുത്താനും ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. അഡ്രിയാറ്റിക് കടലിൻ്റെ തീരത്തുള്ള ക്രൊയേഷ്യയിൽ ധാരാളം വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട്. അടുക്കടുക്കായുള്ള ആൽപ്സ് പർവ്വതനിരകളുടെ മുകളിൽ സൂര്യപ്രകാശമടിച്ച് മഞ്ഞുമലകൾ പോലെ തിളങ്ങുന്നത് കാണാൻ വളരെ രസമാണ്. മനോഹരമായ ചെറുദ്വീപുകളും
ഗുഹകളും തടാകങ്ങളും കൊണ്ട് സന്ദർശകരെ മാടി വിളിക്കുന്ന ക്രൊയേഷ്യയിൽ ഒരു ആഴ്ച താമസിക്കാനാണ് ഞങ്ങളെത്തിയത്. ആദ്യത്തെ 2 ദിവസം പ്രസിദ്ധമായ പ്ലിറ്റ്വിസ് തടാകവും സമീപ പ്രദേശങ്ങളും കാണുന്നതിനു വേണ്ടി റിജേക്ക നഗരത്തിനടുത്തുള്ള ഹോട്ടൽ ലാവൻഡയിൽ തങ്ങാൻ തീരുമാനിച്ചു. നഗരത്തിനടുത്താണെങ്കിലും തിരക്കൊട്ടുമില്ലാത്ത ശാന്തസുന്ദരമായ അന്തരീക്ഷം. ഏതുതരം സന്ദർശകരെയും തൃപ്തിപ്പെടുത്തുവാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. രാവിലെ 6 മണിക്ക് മ്യൂണിക്കിൽ നിന്ന് തിരിച്ച ഞങ്ങൾ 550 കിലോമീറ്ററോളം 10 മണിക്കൂർ കൊണ്ട് 2-3 മണിക്കൂർ ഇടവേളകളെടുത്ത് വൈകുന്നേരം അസ്തമയ സൂര്യനെ കാണാൻ ഇവിടെ എത്തി. ഇവിടെയും ധാരാളം മനോഹര കാഴ്ചകൾ ആസ്വദിക്കാനുണ്ടായിരുന്നു. ഇതുപോലുള്ള യാത്രാനുഭവങ്ങൾക്കായി ട്രാവലൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.